صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: جدد السفينة فإن البحر عميق، وكثر الزاد فإن السفر طويل، وقلل الحمولة فإن العقبة كثير، واخلص العمل فإن الناقد بصير. صدق رسول الله صلى الله عليه وسلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب صل على من حل في حرمي طه الرسول الذي قد خص بالكرم. يا رب آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا حصل مقاصدنا ذا الجود والكرم. ആദരണീയരായ ഉസ്താദുമാർ, വന്യരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട നാട്ടുകാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ, സഹൃദയരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അർഹമുർ-റാഹിമീനായ അല്ലാഹു അനുവദിച്ചു തന്ന ആയുഷ്കാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി വിനിയോഗിക്കുന്ന, സ്വാത്വികരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്ന, സച്ചരിതരായ മുൻഗാമികളെ അനുധാവനം ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും ആരാധനകളിലെ പോരായ്മകൾ പരിഹരിക്കുകയും വിശ്വാസങ്ങളിലെ വൈകല്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ജീവിതത്തിലെ അരുതായ്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്ന, പ്രയാസ, പ്രതിസന്ധി, പ്രാരാബ്ധങ്ങൾ പടച്ച തമ്പുരാൻ പരിഹരിച്ചു നൽകുമാറാവട്ടെ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈത്തികാഫിന്റെ നിയ്യത്ത് വെക്കാൻ മറന്നവർ, അല്ലാഹുവിന്റെ പള്ളിയിൽ ഞാൻ ഈത്തികാഫിരിക്കുന്നു എന്ന കരുത്തും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം ഖൈറായ കാര്യങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു മനസ്സിനുടമകളായി അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു പള്ളിയിൽ കയറാൻ ഉദ്ദേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മര്യാദകൾ കാണാം. 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങളിൽ ഒന്ന് ചെരുപ്പൂരി വെക്കലാണ്. നമ്മൾ ചെരുപ്പൂരിയിട്ടാണ് പള്ളിയിൽ കയറാറുള്ളത്. പക്ഷെ സുന്നത്തായ ചെരുപ്പൂരി വെക്കാറില്ല. ചെരുപ്പൂരിട്ടിട്ടാണ് കയറുക. പക്ഷെ ചെരുപ്പൂരി വെക്കൽ ഒരു സുന്നത്താകുന്നു. അതുകൊണ്ട് സുന്നത്തായ ചെരുപ്പൂരി വെക്കൽ ആ ഒരു കരുത്തുണ്ടെങ്കിൽ ഒരു കൂലിയാണ്. വലത്തേക്കാല് വെക്കുക, കുതിരത്താലാകലല്ല, വലത്തേക്കാൽ വെച്ചാൽ ഒരു കൂലിയാണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക ചൊല്ലൽ സുന്നത്താണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊല്ലൽ സുന്നത്താണ്. കല്യാണത്തിന് വിളിക്കാൻ ഉസ്താദിന്റെ അടുത്ത് വന്നാലും ശരി, ദുആയിരപ്പിക്കാൻ വേണ്ടി വന്നവരാണെങ്കിലും ശരി, ഇത്തികാഫിന്റെ നിയ്യത്ത് അതിലൂടെ നടക്കുന്ന ആളുകൾക്ക് വരെ ഉണ്ടാവൽ സുന്നത്താണ്. അങ്ങനെ 8-10 സുന്നത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഉണർത്തിയതായി കാണാം. ഞാനതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ദീനീ ചൈതന്യം മുറ്റി നിൽക്കുന്ന ഈ പ്രദേശത്ത്
ഓരോ മാസങ്ങളിലും വിപുലമായി നടത്തപ്പെടുന്ന ആത്മീയ സദസ്സിന്റെ സംരംഭത്തോടനുബന്ധിച്ച് ഈ മാസം നടത്തപ്പെടുന്ന മഹത്തായ ഒരു മജ്ലിസിലാണ് നമ്മളൊക്കെ. ഇതുപോലെയുള്ള മജ്ലിസുകളും ഇതുപോലെയുള്ള സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുക എന്നത് കാലത്തിന്റെ അനിവാര്യമായി മാറിയിട്ടുണ്ട് എന്നത് ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന വസ്തുതയാണ്. ലോകം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതിയിൽ നിന്നും ഉന്നതിയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. മാനുഷിക സംസ്കാരങ്ങളും ജീവിതശൈലികളും ജീവിത പ്രയാണ യാത്രയിൽ ഉപയുക്തമാക്കുന്ന ഉപകരണങ്ങളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം. മനുഷ്യരെ യന്ത്രം വാണുകൊണ്ടിരിക്കുന്ന സമയം. ഈ നിലക്ക് ഒരു ഭാഗത്ത് ഒരുപാട് പുരോഗതികൾ നാം കാണുകയാണ്. ഒരു 10 പതിറ്റാണ്ട് 5 പതിറ്റാണ്ട് മുമ്പ്, 50 കൊല്ലം മുമ്പ് നമ്മുടെ കാരണവന്മാർ, കഴിഞ്ഞുപോയ ആളുകൾ, അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കണ്ടുപിടുത്തമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭൂലോകം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശാസ്ത്ര സാങ്കേതികത ഡെവലപ്മെന്റിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യ മനസ്സുകൾ അടുത്ത് ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലം നമുക്ക് അയൽവാസികൾ ഉണ്ടായിരുന്നു. ഇന്ന് അയൽവാസികളില്ല, അയൽ വീടുകൾ മാത്രം. പണ്ട് നമുക്ക് കുടുംബക്കാരുണ്ടായിരുന്നു. ഇന്ന് കുടുംബക്കാരില്ല, കുടുംബ ഭവനങ്ങൾ മാത്രം. മനുഷ്യർ തമ്മിൽ, മനസ്സുകൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സങ്കുചിത മനോഭാവത്തോടുകൂടെ തന്റെ സഹപ്രവർത്തകനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ നിലക്ക് ഒരു ഭാഗത്ത് ആപൽക്കരമായ അപജയത്തിലേക്ക് മനുഷ്യർ ആണ്ടുകൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് ലളിതമായ മാർഗം അവലംബിച്ച് പ്രയാണം നടത്തേണ്ട മനുഷ്യർ, ഈ ജീവിതം ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള കാൽവെപ്പാണ് എന്ന് ചിന്തിക്കേണ്ട മനുഷ്യൻ, ഭൗതിക ലോകത്ത് അനുവദിക്കപ്പെട്ട ആയുഷ്കാലത്തിന് വ്യക്തമായ ലക്ഷ്യവും അനുവർത്തിക്കേണ്ട മാർഗവുമുണ്ട് എന്ന് ചിന്തിക്കേണ്ട മനുഷ്യൻ ലക്ഷ്യം മറന്ന് ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവത്വത്തെയും അതുപോലെ നമ്മുടെ സമൂഹത്തെയും മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുകയും കടപ്പാടുകളെ വിസ്മരിക്കുകയും ബാധ്യതകളെ അവമതിക്കുകയും മതമൂല്യങ്ങളിൽ നിന്ന് അകന്നു കഴിയുകയും ചെയ്യുന്ന മനുഷ്യരെ നാം ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ രണ്ട് ലോകത്തെയും വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അരുതാത്ത, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാള് ഒരു കുതിരയുടെ അടുക്കൽ പോയി. നാം ഓമന പേര് വിളിക്കുന്ന കുതിരയല്ല, ഒറിജിനൽ കുതിര. ആ കുതിരന്റെ അടുക്കൽ ഇങ്ങനെ പോയി ഈ വ്യക്തി ഇങ്ങനെ നോക്കുക. കുറെ നോക്കി, ചെവിയിലൊന്ന് തോണ്ടി, മുതുകിലൊന്ന് വരച്ചു, പലതും കാണിച്ചു. കുതിര ഒന്നും ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യുന്നില്ല, പ്രതികരണം കാണുന്നില്ല. ഉടനെ തന്നെ ആ വ്യക്തി കുതിരയുടെ കാല് പിടിക്കുകയാണ്. തെറ്റിപ്പോയി എന്നതിന്റെ പേരിലല്ല, വിനോദത്തിന്. ഈ കാല് പിടിച്ചപ്പോൾ ആ കുതിര മറ്റേ കാല് കൊണ്ടൊരൊറ്റ തൊഴിയാണ് കൈയൊടിഞ്ഞു. എന്തിന്റെ പേരിൽ? വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് തടവി, മേലാൽ ആവർത്തിക്കരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മോനെ, നല്ല നിലക്ക് ജീവിക്കണോ, വിജയം വേണോ, പരാജയത്തിൽ നിന്ന് കരകയറ്റം ലഭിക്കണോ, വേണ്ടാത്ത കാര്യങ്ങളിൽ ഏർപ്പെടരുത്. ഈ ഹദീസ് ഓർമ്മ വരികയാണ് നമ്മുടെ ഈ കാലയളവിൽ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ മലപ്പുറം ജില്ല വരെ
തെരുവോരങ്ങളിൽ ഒരുപാട് ബാനറുകൾ കാണുന്നു, ഫ്ലക്സുകൾ കാണുന്നു. എന്തിന്റെ പേരിൽ? ഏതോ ഭൂഖണ്ഡത്തിൽ ഏതോ രാജ്യത്ത് നടക്കുന്ന ലോകകപ്പ് മാമാങ്കത്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യുവാക്കൾ പക്ഷം തിരിഞ്ഞ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കാലം, വാഹനങ്ങൾ പെയിന്റടിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഓരോ രാഷ്ട്രത്തിന്റെ ആരാധകരായി മാറുകയാണ്. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ ആലോചിച്ചു നോക്ക്. വിശുദ്ധ ഖുർആൻ പുറത്ത് കണ്ടാൽ ഫൈനടക്കേണ്ട രാഷ്ട്രമാണ് അർജന്റീന. വിശുദ്ധ ഖുർആൻ പുറത്ത് കണ്ടാൽ ഫൈനടക്കേണ്ട രാഷ്ട്രമായ അർജന്റീനയുടെ ആ അർജന്റീനയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്രസിൽ നിന്ന് 5ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഖുർആൻ എടുത്തിട്ടുണ്ടോ ഈ യുവാക്കൾ? ആഴ്ചയിലൊരിക്കൽ വൽക്കഫ് ഓതുന്ന സ്വഭാവമുണ്ടോ ഇവർക്ക്? എന്റെ പ്രിയപ്പെട്ടവരെ, അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ആ നബി തങ്ങളുടെ പേര് 5 തവണ പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനെ ഒന്ന് സ്വീകരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് കഴിയുന്നില്ല, താല്പര്യം വരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. മാർക്കം ചെയ്യൽ കുറ്റകൃത്യമായി കാണുന്ന രാജ്യമാണ് ബ്രസീൽ. മാർക്കം ചെയ്യാൻ പാടില്ലാത്ത രാജ്യമാണ് ബ്രസീൽ. ആ ബ്രസീലിനെ സ്നേഹിക്കാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. 1400 സംതിങ്ങിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇവിടെയുള്ള മലഞ്ചരക്കുകൾ കൊള്ളടിക്കണം എന്ന ചിന്തയോടുകൂടെ കാപ്പാട് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇവിടെ കപ്പലിറങ്ങുകയും ഇവിടെയുള്ള സമുദായത്തിന്റെ ഇടയിൽ അനൈക്യം സൃഷ്ടിക്കുകയും ചെയ്ത പോർച്ചുഗീസുകാരന്റെ രാഷ്ട്രമായ പോർച്ചുഗൽ, ആ പോർച്ചുഗലിന്റെ പതാക എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി യുദ്ധവും സമരവും നടത്തിയ അവരുടെ പേരിൽ അവരെ തുരത്താൻ വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നവരെ അധിനിവേശ സേനയെ തുരത്താൻ വേണ്ടി ഇവിടെയുള്ള സയ്യിദന്മാർ, ആനരായ പുറന്തങ്ങളും ബഹുമാനപ്പെട്ട വെളിയങ്കോടും ഖാദിയും അവരെ പോലെയുള്ള മഹാരഥന്മാർ നമുക്ക് വരച്ച് കാണിച്ചു തന്ന ആദർശത്തെ അവമതിച്ചുകൊണ്ട് അവരുടെ നെഞ്ചിലല്ലേ ഈ പതാക വരുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. സമൂഹം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ ആത്മാക്കൾ നമ്മോട് പൊറുക്കുമോ? വളരെയധികം വിലപ്പെട്ട അവരുടെ സേവനം കാരണം, അവരുടെ ആ സമരം കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ആനുകൂല്യങ്ങൾ ആർജിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആ ആനുകൂല്യം ആർജിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവരോട് ചെയ്യുന്ന ക്രൂരതയല്ലേ. ഞാൻ ഏതെങ്കിലും രാഷ്ട്രത്തെ കുറിച്ച് പറയുകയല്ല, പക്ഷേ വസ്തുതകൾ വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല. ഇതുപോലെയുള്ള രാഷ്ട്രങ്ങളും അതുപോലെ ശിരോവസ്ത്രം ധരിച്ചാൽ ഫൈനടക്കേണ്ട ജർമ്മനിയുടെ പതാകകൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്തിലെ അറിയപ്പെട്ട മുസ്ലിം പോപ്പുലേഷനുള്ള മെജോറിറ്റിയുള്ള കേരളക്കര, അതല്ലെങ്കിൽ മലപ്പുറം ജില്ല വരെ മലിനമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്ലെക്സിന് വേണ്ടി നാണയത്തൊട്ട് കൊടുക്കുമ്പോൾ താൻ നാളെ പാരത്രിക ലോകത്ത് തന്നെ തിരിഞ്ഞു കുത്താനുള്ള ഒരു സർപ്പത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്ന് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ നിലക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ നിലക്കാണ് ഇവിടെ ഈ ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ബോധവാന്മാരാവണം. നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ഏതേത് വിഷയങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം വേണം. ഭൂമി ലോകത്തേക്ക് നാം വന്നത് ഒറ്റക്കാണ്, പോവാനുള്ളതോ നാം ഒറ്റക്കാണ്, മഹ്ശറിൽ വരാനുള്ളതോ നാം ഒറ്റക്കാണ്. ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, വിചാരണ നേരിടാൻ ഞാൻ ഒറ്റയ്ക്ക്, എല്ലാ വിഷയങ്ങളും വലത് കയ്യിൽ കിതാബ് വാങ്ങിത്തരാൻ ഹെൽപ്പർമാരില്ല, മീസാന ത്രാസ് അനുകൂല പ്രതികൂലമാകുന്നത് വീക്ഷിക്കാൻ മറ്റാരുമില്ല. എല്ലാം അവരവരുടെ കാര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തു നേടി, എന്തു നേടുന്നു, എന്തു നേടുന്നു ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ലോകം ഈ നിലക്ക് പ്രശ്നവും പ്രയാസവും പ്രതിസന്ധിയും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വിജയത്തിന്റെ ഉന്നതിയിലേക്ക് പ്രിയപ്പെട്ടവരെ നാം എത്തണമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. ആ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇന്നൽ
ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കഴിഞ്ഞുപോയ കാലത്തെ പ്രപഞ്ചോൽപത്തിയിലെ പ്രാഥമിക വ്യക്തിത്വത്തിനുടമയായ മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുള്ള ജനവിഭാഗങ്ങളെ എടുത്തു നോക്കുമ്പോൾ, മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇന്നൽ ഇൻസാന, അതിൽ അധിക മനുഷ്യരും ലഫീ ഖുസ്ർ, പരാജയപ്പെട്ടവരാണ്. ആദം നബി അടക്കമുള്ള പ്രവാചകന്മാരും ഔലിയാക്കളും വിജയിച്ചപ്പോ, സ്വാത്വികരായ സലഫുസ് സ്വാലിഹീങ്ങൾ വിജയിച്ചപ്പോൾ, കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മുഴുവൻ ആളുകളും പരാജയത്തിലാണ്. അധികം ആളുകളും, വളരെ കുറച്ചാളുകൾ മാത്രം വിജയത്തിലാണ്. എന്തേ വിജയിച്ചവർ വിജയിക്കാൻ വേണ്ടിയെടുത്തത്? പരാജയപ്പെട്ടവർ പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അതേ, ഒരാൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കണോ? ഭൗതിക ലോകത്തെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനോ ഭരണഘടനയ്ക്കോ മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾക്കോ ഒരിക്കലും വിജയം കൈവരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക രംഗത്തെ അഭിവൃദ്ധി, ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റ്, സാമ്പത്തിക രംഗത്തെ വിശാലത, പുരോഗതി ഒരിക്കലും തന്നെ മനുഷ്യർക്ക് വിജയം നൽകാൻ കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന രാഷ്ട്രം ന്യൂയോർക്ക് എന്ന് പറയുന്ന രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതെങ്കിൽ സമ്പന്നതയുടെ വളവളപ്പിൽ, പ്രതാപത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യവും അതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് വിജയത്തിന്റെ കാരണം? വിജയിക്കാനുള്ളവർ വിജയിക്കാനും പരാജയപ്പെടാതിരിക്കാനുമുള്ള പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ പറയുകയാണ്. ജീവിതത്തിൽ 4 കാര്യമുണ്ടോ? ഈ 4 കാര്യം ആരാണോ ജീവിതത്തിൽ പുലർത്തിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് വിജയിക്കാം. ഒന്നാമതായി പറഞ്ഞത് ഇല്ലല്ലദീന ആമനൂ. വിജയിക്കാൻ 4 കാര്യമാണ്. ഒന്ന്, ഇല്ലല്ലദീന ആമനൂ, വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ്. അചഞ്ചലമായ വിശ്വാസം, ശരിയായ ആദർശം, ആ ആദർശം ഉണ്ടാവുക എന്നതാണ് വിജയം കൈവരിക്കാൻ ഒരു വ്യക്തി പ്രാഥമികമായി നിലനിർത്തേണ്ട അനിവാര്യ ഘടകം. രണ്ടാമതാണ് അമലുസ് സ്വാലിഹാത്ത്. വിശ്വാസം ശരിയാവാതെ കർമ്മം നോക്കിയിട്ട് കാര്യമില്ല. അവൻ എന്തായാലും എന്താ, കൃത്യമായി നിസ്കരിക്കാറുണ്ടല്ലോ, പറയാൻ പാടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹവരൂരിയ വിഭാഗം എന്ന വിഭാഗത്തിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞയച്ചപ്പോൾ നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ഖുർആൻ എല്ലാം ഉണ്ടായിരുന്നു. അവരെന്തിനു വിമർശിക്കണം? ബഹുമാനപ്പെട്ട അലി തങ്ങൾ പറഞ്ഞത് റളിയല്ലാഹു അൻഹും അവിടുന്ന് ഉണർത്തിയത് ലിഅന്ന ഫീ ഖുലൂബിഹിം ഖിലാഫ മാ ഫീ അഫ്ആലിഹിം, വിശ്വാസവും പ്രവർത്തനവും പൊരുത്തപ്പെടുന്നില്ല എന്നതാണ്. ഇതായിരുന്നു കാരണം. അപ്പോൾ ഒന്നാമതായി വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം വേണം. ഞാൻ ചലിക്കുന്ന ഈ ഭൂമിയുടെ മുകളിൽ ഞാൻ താമസിക്കുമ്പോ ഞാൻ എടുക്കുന്ന അനുഗ്രഹം റബ്ബിന്റേതാണ്, ഞാൻ കുടിക്കുന്ന വെള്ളം റബ്ബിന്റേതാണ്. ആ ചിന്തയോട് കൂടെ പ്രിയപ്പെട്ടവരെ ജീവിക്കേണ്ടതാണ്. അതേ, എന്നെ നിരീക്ഷിക്കുന്ന ഒരാളുണ്ട്, ആ ചിന്തയോടെ ജീവിക്കണ്ടേ? ഖുർആൻ ചോദിച്ചില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് മോചനം നേടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? തുഅ്മിനൂന ബില്ലാഹ്. ആരെ വിളിച്ചിട്ടാ പറയുന്നത്? മുഅ്മിനുകളെ വിളിച്ചിട്ടാണ് പറയുന്നത്. തുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കണം എന്ന്. അല്ലാഹുവിൽ വിശ്വാസമുണ്ടെന്ന് നാം പറയുന്നു, പക്ഷേ ശരിയായ വിശ്വാസം ഉണ്ടോ? നമ്മൾ പല ആളുകളും പല തെറ്റുകളും ഒഴിവാക്കുന്നു. എന്തുകൊണ്ട്? പടച്ചവനെ പേടിച്ചിട്ടല്ല, പടപ്പുകളെ പേടിച്ചിട്ട്.
മനുഷ്യന്മാര് കണ്ട എന്താ തോന്നുക? ആ നിലക്ക് പലരും തെറ്റിൽ നിന്ന് ഒഴിവാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ, എല്ലാ വിജയത്തിന്റെയും പ്രധാനപ്പെട്ട മദാറു തന്നെ, പ്രധാനപ്പെട്ട അടിസ്ഥാന അനിവാര്യ ഘടകം തന്നെ പ്രിയപ്പെട്ടവരെ വിധി വിലക്കുകളെ മാനിക്കലിലൂടെയാണ്. ഏത് വിഷയത്തിലും വേണം. ഞാൻ ബന്ധപ്പെടുന്ന, നിങ്ങൾ ബന്ധപ്പെടുന്ന ഏതേത് കാര്യങ്ങളിലും ഇതിൽ നിർദ്ദേശം എന്തെന്ന് നോക്കേണ്ടതുണ്ട്. ഒരു വീട് വെക്കുകയാണ്, ആ വീട് വെക്കുന്ന സമയത്ത് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്താണെന്ന് ചിന്തിക്കണം. പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ സാധാരണഗതിയിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു കുറ്റിയടിക്കാണ്ട് കൊണ്ട് പ്ലാൻ തയ്യാറാക്കണം. പിന്നെ ഇതിന്റെ കിച്ചൺ എവിടെ വരിക, ആദ്യം അടുക്കള എത്തിയിട്ട കാര്യം പ്രശ്നം അല്ലേ. രണ്ടാമത് ടോയ്ലറ്റ്, ബാത്ത് അറ്റാച്ച്ഡ് റൂം എത്ര എണ്ണം ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, കോമൺ ആയിട്ടുള്ള ബാത്റൂം എത്ര ഉണ്ട്, എന്നാ പിന്നെ കക്കൂസാവേണ്ട അല്ലേ. ഒരു പ്രയർ റൂം, ഇബാദത്ത് എടുക്കാനുള്ളൊരു മേഖല തിരിച്ചു വെക്കാറുണ്ടോ? ഇല്ല. ദിക്ർ ചെല്ലാൻ ഇല്ല. ഒരു വീട് വെക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, 3 കാര്യം ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ദുഃഖം വരാൻ സാധ്യതയുണ്ട്. ആ 3 കാര്യം ശ്രദ്ധിക്കണം. 1 വീട്, 2 വിവാഹം, 3 വാഹനം. ഈ 3ഉം ദുഃഖം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത് വിശദീകരിച്ച മഹാന്മാര് പറഞ്ഞത് 3ഉം തുടങ്ങുമ്പോൾ അന്നാമ സൂറത്തോതണം. വീടിന് കുറ്റിയടിക്കണമെന്ന് അന്നാമ സൂറത്തോതൽ സുന്നത്ത് ഇമാം ഗസാലി തങ്ങൾ വിശദീകരിച്ചത് കാണാം. ആ വീട്ടുകാരൻ അന്നാമ സൂറത്തോതണം അല്ലേ. അതുപോലെ വിവാഹം കഴിക്കാൻ നിക്കാഹിന്റെ അന്ന് തലേ ദിവസം മണിയറക്കാൻ നാം മറക്കാറില്ല. വിവാഹത്തിന്റെ ഡ്രസ് എടുക്കാൻ മറക്കാറില്ല, ഒന്നും മറക്കാറില്ല. നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ടോ? എന്റെ ഉപ്പ ഖബറിങ്ങലാണ്, എന്റെ വല്യുപ്പ ഖബറിങ്ങലാണ്, അവരെ ഒന്ന് സിയാറത്ത് ചെയ്ത് പൊരുത്തപ്പെടിച്ചു വരട്ടെ ചിന്തിക്കാറുണ്ടോ? ആ നിക്കാഹിന്റെ ദിവസം അന്നാമ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. എന്റെ നിക്കാഹിന് ഞാൻ അന്നാമ സൂറത്ത് ഓതിയിട്ടില്ല, അതുകൊണ്ട് അത് ഓതാൻ വേണ്ടി ഒന്നുകൂടി കെട്ടട്ടെ എന്ന് യുവാക്കൾ ഇപ്പൊ ചിന്തിക്കണ്ട. ചിലപ്പോൾ എത്തിയും കുട്ടികളെ കെട്ടാന്ന് വെച്ചേക്കും. അങ്ങനെയല്ല. 3ാമത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാഹനം. ഈ വാഹനം വാങ്ങിക്കുന്ന അന്ന് അന്നാമ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങും. സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ 3rd ഹാൻഡ്, ലാസ്റ്റ് ഹാൻഡ് ഒക്കെ ആയിട്ടുണ്ട്. പേരെന്നാലും സെക്കൻഡ് ഹാൻഡ് ആണ്. ഈ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയത് കിരി എന്ന് പറഞ്ഞിട്ട് വർക്ക് ഷോപ്പ് കയറ്റി അങ്ങനെ പൈസ അങ്ങനെ കൊടുത്ത് അവസാനം പെര പിന്നെ പെരമക്ക അടുക്കുക. ആ കോലത്തിൽ വാഹനം വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. വാഹനം വാങ്ങുമ്പോൾ അതിൽ ബറക്കത്തിന് വേണ്ടിയിട്ട് അന്നാമ സൂറത്ത് ഓതുക. ആളുകൾ ആരെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ആ കൂലി നമുക്ക് കിട്ടും. 3 കാര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ അതല്ല. വിശ്വാസം വലുതാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുക. ആ ജീവിതമാണ് മുൻഗാമികളായ ആളുകൾ പ്രിയപ്പെട്ടവരെ ഏറ്റെടുത്തത്. ആ ജീവിതം അവർ നിർവഹിച്ചപ്പോൾ അള്ളാഹു വലിയ കറാമത്ത് കൊടുത്ത് ആദരിച്ചവരാണ്. ഇന്നിവിടെ മൗലിദിൽ പാരായണം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ, അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ അത്തരക്കാരിൽ പെട്ടവരാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കറാമത്തുള്ളവരാണ്. ജൂതയായ ഒരു സ്ത്രീയുടെ വികലാംഗയായ കുട്ടിയുടെ തലയിൽ ഒരൽപ്പം വെള്ളമൊറ്റിച്ചപ്പോൾ എണീറ്റ് നടന്ന സംഭവത്തിനുടമയായ മഹദിയായ നഫീസത്തുൽ മിസ്രിയ അല്ലാഹുവെ ഭയപ്പെട്ടവരല്ലേ? ഫരിയവന്റെ ഖൗഫിനാലെ തോനെ ഇബാദത്തെ ഉദിഫകേലിൽ മതിവരാതെ നോമ്പതും ഫീടുത്തെ മരണമാകും എണ്ട് വിണ്ട് ഓതിയന്നമാലേ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാരേ. ഈ കറാമ
കറാമത്തുടയ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വിലായത്തുള്ള മഹദികളിൽപ്പെട്ട ആധ്യാത്മിക മേഖലയിൽ പിന്തുടരപ്പെടാൻ മാതൃകയുള്ള മഹദിയല്ലേ അവളുകൾ. അവിടുന്ന് കണ്ടില്ലേ നിങ്ങൾ വഫാത്താകുന്നത് സൂറത്തു അൻആം ഓതിയിട്ടാണ്, നോമ്പുകാരിയായിട്ടല്ലേ അവിടുന്ന് വഫാത്തായത്. ബഹുമാനപ്പെട്ടവർ അൻആം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അൻആമിലെ ഏകദേശം 100 ആയത്ത് പിന്നിട്ട് 127 28 ആയത്തെത്തിയപ്പോ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. ശാന്തിയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, അല്ലലില്ലാത്ത, അലട്ടലില്ലാത്ത, പ്രശ്നമില്ലാത്ത, പ്രയാസമില്ലാത്ത സുവലോക സ്വർഗത്തിൽ മഹത്തുക്കളോടൊത്ത് സുവലോക സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിയും അവസരം ഒരുക്കിയിട്ടുണ്ട്. റബ്ബിന്റെ അടുക്കൽ വല്ലാഹു വലിയുഹും, അല്ലാഹു അവരുടെ ഏറ്റെടുത്തിട്ടുള്ളത്, റബ്ബാണ് അവരുടെ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. ബിമാ കാനൂ യഅമലൂൻ. ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ കാരണമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ടത് ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം. ആ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം. നമുക്ക് മറ്റാരുമില്ല. ശൈശവകാലത്തിൽ ഉമ്മയെ തട്ടിപ്പൂറ്റിയ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, യുവത്വത്തിൽ പരിലളിച്ച നമ്മുടെ യുവാക്കളെക്കാൾ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ, എന്റെ പ്രിയപ്പെട്ടവരെ വാർദ്ധക്യത്തിൽ സംരക്ഷണം ഏറ്റെടുത്ത മക്കളെക്കാൾ നമുക്ക് എപ്പോഴും വേണ്ടത് യജമാനനായ റബ്ബുൽ ഇസ്സത്തല്ലേ. ആ റബ്ബിന്റെ വെള്ളമല്ലേ നാം കുടിക്കുന്നത്. അതേ ഭൂമി ലോകത്തല്ലേ നാം താമസിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം ഭൂമിക്ക് മുകളിൽ സംവിധാനിക്കപ്പെട്ടത്. നാം കുടിക്കുന്ന വെള്ളം ഭൂമിയിൽ കുഴിച്ചെടുത്തത്. ഞാൻ ഉപകരിക്കുന്ന ഓരോ ഉപകരണവും ഭൂമിയുമായി ബന്ധമുള്ളത്. അതേ ഈ ഭൂമി ലോകത്ത് സംവിധാനിക്കപ്പെട്ട വായു ശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെ എല്ലാം നിലക്കും ഭൗതിക ലോകത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് ആർജിക്കുന്നത്. പക്ഷേ ആ റബ്ബിനെ ധിക്കരിച്ചില്ലേ, ആ റബ്ബിനെ മറന്നു കളഞ്ഞില്ലേ. ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഏതോ രാജ്യത്ത്, ഏതോ ഭൂഖണ്ഡത്തിൽ നമ്മോട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ആളുകൾ എന്തൊക്കെയോ കളിക്കുമ്പോൾ സന്തോഷത്തോടെ സായുജ്യരായി ടിവിക്ക് മുമ്പിൽ പോസ് ചെയ്യുന്ന യുവാവേ, ഓർക്കുക, നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. നമ്മുടെ ടൈമിനെ കുറിച്ചുള്ള ബോധം വേണം. ഈ സമയത്തെ കുറിച്ച് ചോദിക്കും എന്ന ബോധം വേണം. നിങ്ങൾ നോക്കൂ, മഹാനരായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവർ 45 വയസ്സ് ജീവിച്ചവർ. ഈ 45 വയസ്സിൽ 162ഓളം ഗ്രന്ഥമുണ്ടാക്കിയവർ, ഒരുപാട് ഗ്രന്ഥരചന നടത്തിയവർ. 45ാമത്തെ വയസ്സിൽ രോഗാസന്നനായി അവിടുന്ന് വഫാത്താകുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശിഷ്യൻ സലാർ ബിൻ അഹ്മദുൽ ഉർദുബീലി, ആ സലാർ ബിൻ അഹ്മദുൽ ഉർദുബീലി തങ്ങളുടെ മടിയിൽ തലവെച്ചുകൊണ്ട് അവിടുന്ന് വഫാത്താകുന്നതിന്റെ മുമ്പ് കണ്ണുനീരൊഴുക്കുകയാണ്. ഉസ്താദിന് കണ്ണുനീര് തൊഴുകി തടയി കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഉസ്താദേ, നിങ്ങൾ എന്തിന് ബേജാറാവണം, എന്തിന് വിഷമിക്കണം? ഒരുപാട് കിതാബ് ഉണ്ടാക്കിയവരല്ലേ, ഒരുപാട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നിർവഹിച്ചവരല്ലേ, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? അങ്ങയുടെ ജീവിതത്തിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രായപൂർത്തി എത്തിച്ചത് മുതൽ ഈ കാലയളവ് വരെ അങ്ങയെ ഫോളോ ചെയ്യുന്ന, അങ്ങയെ പിൻപറ്റുന്നവരല്ലേ ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങയെ ഞാൻ വീക്ഷിച്ചപ്പോൾ പ്രായപൂർത്തി എത്തിച്ചതിന് ശേഷം തഹജ്ജുദ് ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ളുഹാ നിസ്കാരം ഒഴിവാക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ ജമാഅത്ത് ഒഴിവാക്കുന്നത് കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഉസ്താദേ, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? എന്താണ് അങ്ങേക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടുന്ന് പറഞ്ഞത്, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലഅല്ലി അന്നനാല ബിഅരി വജ്ഹി
മകാനം മസഉഖദമുൻ നബവി. നബവി ഇമാമിന്റെ കാൽ പതിഞ്ഞ മണ്ണിൽ ഒന്ന് സ്പർശിക്കണം എന്ന ചിന്തയോടെ ഇമാം സുബ്കി തങ്ങൾ മുതുമന്ത മുഖം അവിടുന്ന് സഞ്ചരിച്ച മുറ്റത്തിലൂടെ ഉരസിയിട്ടുണ്ടെങ്കിൽ ആ മഹാനരായ നബി ഇമാം പറഞ്ഞത് അമുത്തു വയബ്ഖാ കുല്ലു മാ ഖദ് കതബ്തുകു ഫയലൈത മൻ യഖറ കിതാബി അലിയാ ഫതുബാ വലഅല്ല ഇലാഹി അൻ യമന്ന ബിഫളിഹി ويرحم تقصيري وسوء فعليا. അതെ, എന്റെ ഗ്രന്ഥങ്ങൾ, എന്റെ കിതാബുകൾ അതൊക്കെ ഉണ്ട് എന്ന ശരി തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തിയവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഗുണകരം തന്നെയാണ്, സംശയമില്ല. പക്ഷേ എന്നെ ഈ സമയത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്റെ ഖൽബ് റബ്ബ് തആലയുടെ സംഭാവനയാണ്, എന്റെ അവയവം റബ്ബിന്റെ സംഭാവനയാണ്, എന്റെ എല്ലാം റഹ്മാനായ റബ്ബിന്റെ സംഭാവനയാണ്. ഇതെല്ലാം റബ്ബിന്റേതാണെങ്കിൽ എന്റെ ഖൽബിൽ, എന്റെ പ്രവർത്തനങ്ങളിലുള്ള ചിന്ത, പ്രവർത്തി, വാക്കുകൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവണം, ഗുണകരമായ കാര്യത്തിലാവണ്ടേ. ഞാൻ പരമാവധി ശ്രദ്ധിച്ചതാണ്. അതേ, നല്ല കാര്യങ്ങളെ എന്റെ ഖൽബ് കൊണ്ട് ഓർക്കാറുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ പരിശ്രമം നടത്താറുള്ളതെങ്കിൽ എന്റെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സ്നേഹിക്കുന്ന കൂട്ടുകാരനെ കാണാൻ പുഴ കടന്നു പോകുന്ന സമയത്ത് അറിയാതെ ഒന്ന് വഴുതി വീണു. ഈ വഴുതി വീണ സമയത്ത് റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ താൽക്കാലികമായി എന്റെ ഖൽബിൽ നിന്ന് നീങ്ങിപ്പോയല്ലോ. ആ ഒരു സെക്കൻഡിനെ കുറിച്ച്, ഒരു 5 സെക്കൻഡിനെ കുറിച്ച്, അര മിനിറ്റിനെ കുറിച്ച് റഹ്മാനായ റബ്ബ് പരലോകത്തെന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചിന്തിച്ച മഹാനരായ നബവി തങ്ങളുടെ അനുയായികളല്ലേ മണിക്കൂറുകളോളം പ്രിയപ്പെട്ടവരെ ടിവിയുടെ മുമ്പിൽ ഫുട്ബോൾ കാണാൻ സമയം വിനിയോഗിക്കുന്നതെങ്കിൽ നേരത്തെ പള്ളിയിൽ വരാൻ തോന്നാറുണ്ടോ? ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ തോന്നാറുണ്ടോ? അൽ കഹ്ഫ് ഓതാൻ തോന്നാറുണ്ടോ? മുസ്ലിം എന്ന വേർഡിന്റെ മീനിങ്, അതിന്റെ അർത്ഥം അനുസരിക്കുന്നവർ എന്നല്ലേ? അല്ലാഹുവിനെ അനുസരിക്കണം എന്ന ചിന്തയുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മതിമറന്ന ഭ്രാന്തന്മാരായി മാറുന്നുണ്ടെങ്കിൽ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ നിങ്ങളോട് ഉണർത്താൻ കാരണം എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വേണം. വിജയിക്കാനുള്ളൊരു മാർഗം അതാണ്. രണ്ടാമത്തെ മാർഗം സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്. ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. എനിക്ക് അല്ലാഹു കണ്ണ് നൽകിയിട്ടുണ്ടെങ്കിൽ കണ്ണിന് ധർമ്മമുണ്ട്. ആ കണ്ണിൽ കൊണ്ട് ഖുർആനിലേക്ക് നോക്കൽ ഇബാദത്താണ്. ആ കണ്ണുകൊണ്ട് പണ്ഡിതന്മാരുടെ, സയ്യിദന്മാരുടെ മുഖത്തേക്ക് നല്ല നിലയിൽ നോക്കൽ, കാണൽ ഇബാദത്താണ്. കണ്ണുകൊണ്ട് കഅബം കാണൽ ഇബാദത്താണ്. കണ്ണുകൊണ്ട് നല്ലത് കാണൽ ഇബാദത്താണ്. ആ നിലക്ക് കണ്ണിന്റെ ധർമ്മം നിർവഹിക്കുക. എനിക്ക് അല്ലാഹു കൈ നൽകിയതാണ്. ഈ കൈ നന്മയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കൽ ഇബാദത്താണ്. നമ്മുടെ കാൽ അല്ലാഹു നൽകിയതാണ്. ഈ കാലുകൊണ്ട് നല്ലതിലേക്ക് നടക്കൽ. ഇപ്പോൾ ഈ മഹത്തായ മജ്ലിസിൽ, ദുആ മജ്ലിസിൽ, ഖുതുബിയ്യത്ത് മജ്ലിസിൽ സംബന്ധിക്കാൻ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നു. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സ്വീകരിക്കണം തമ്പുരാനെ. അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചവിട്ടടിക്ക് 10 ഹസനത്താണ്. ഒരു ഹസനത്തിന് വൽ ഹസനതു ബിഅശരി അംസാലിഹാ 100 പ്രതിഫലമാണ്. വീട്ടിൽ നിന്ന് ഒരു ചവിട്ടടി ഇങ്ങോട്ട് വെച്ചാൽ 100 പ്രതിഫലം. 100 ചവിട്ടടിയുണ്ടോ? 100 × 100 സമം 10,000 പ്രതിഫലം. ആത്മാർത്ഥതയോടുകൂടെയാണ് വന്നതെങ്കിൽ അത് ലഭിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.
ഒരു ചവിട്ടടി വെക്കലോടുകൂടെ നാം ചെയ്ത ഒരു തിന്മ പൊറുക്കപ്പെടുകയാണ്. 100 ചവിട്ടടിയാണോ, തീർച്ചയായും 100 തിന്മ പൊറുക്കപ്പെടുകയാണ്. ഈ ചിന്ത നമുക്ക് വേണം. ഇത് ഞാൻ പറയാൻ കാരണം, സാധാരണഗതിയിൽ എയർപോർട്ടിലേക്കോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വാഹനയാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറോട് നാം പറയും, റോഡിന്റെ വക്കിൽ കാണുന്ന പള്ളിന്റെ അടുത്ത് നിർത്തണം, ചാടുന്നത് മിഹ്റാബുക്കാകണം ആ കോലത്തിൽ. എന്തേ? ഒരു 10 അടി വെച്ചാൽ അര മിനിറ്റല്ലേ വേണ്ടൂ, 1000 പ്രതിഫലം അവിടെ കിട്ടിയില്ലേ? എന്തിനൊഴിവാക്കണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നന്മയെ നിസ്സാരമായി കാണാൻ പാടില്ല. ഏത് നന്മയാണ് സ്വീകരിക്കുക എന്നറിയില്ല. നിങ്ങൾ നോക്ക്, മഹാനരായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കുന്നത് അത് ഈ 10ന്റെ മുമ്പ് 15 വയസ്സിന്റെ മുമ്പ് 40 കഴിഞ്ഞ് ഒരുക്കുവാണെന്ന. അല്ല, എല്ലാവർക്കും മഹാന്മാര് പേര് കേൾക്കുമ്പോ മഹാനരായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ദിവസം കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ടി കൊച്ചു തോണിയിൽ കയറി. അല്ലാമ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചതായി കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ കപ്പലിന്റെ അടുത്ത് പോയി കപ്പൽ കയറിയപ്പോ കരയത്തുന്ന ഒരാൾ തുമ്പാണ്. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് ചൊല്ലണം. തുമ്പിയവർ കോട്ടുവായിട്ടാൽ അഊദു ചൊല്ലണം. എക്കിട്ടിട്ടാലോ ഉണ്ട്, അതിനുണ്ട് ദിക്ർ. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് എക്കിട്ടെടുക്കുമല്ലോ. ആ എക്കിട്ടൊക്കെ ചില ആളുകൾ ചെന്തട കട്ട് നിൽക്കണെന്ന് ചോദിക്കാൻ. അത് കട്ട് നിട്ടല്ല, ദഹനക്കേടാണ്. വൈലുല്ലിക്കുല്ലിയോ അതിൽ സുന്നത്തുണ്ട്, ആ മാറ്റം വരും എക്കിട്ടെടുത്താൽ. അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ അൽഹംദുലില്ലാഹ് കേട്ടപ്പോ മടങ്ങിപ്പോണ തോണിക്കാരനെ വിളിച്ചു. ഏയ് അവിടേക്ക് ഇറങ്ങി പോവാണ്. തോണി കയറി. എന്തിന്? ഈ കരയിലുള്ള ആളുകൾക്ക് ഒരു യർഹമുക്കല്ലാ പറയാൻ. കരയിന്ന് തുമ്പി അൽഹംദുലില്ലാഹ് പറഞ്ഞ ആൾക്ക് യർഹമുക്കല്ലാ പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുനനു അബീ ദാവൂദ് ബഹുമാനപ്പെട്ടവർ, എന്റെ പ്രിയപ്പെട്ടവരെ നടന്നു പോവുകയാണ്, അല്ല തൊടിയിൽ പോവുകയാണ്. എന്നിട്ട് അയാളെ വിളിച്ച് യർഹമുക്കല്ലാന്ന് പറഞ്ഞു. ഇനി പോവല്ലേ ചോദിച്ചു. ഇവിടെ നോക്കുമ്പോ കപ്പൽ വയ്ക്കുന്നു. ഉള്ള യർഹമുക്കല്ലക്ക് കപ്പൽ കാത്തിക്കോ? ഇല്ലല്ലോ. തോണിക്കാരൻ ചോദിച്ചു, എന്ത് വിഡിത്തങ്ങൾ കട്ടിയത് മോനെ? ഞാൻ യർഹമുക്കല്ലാ പറഞ്ഞാല് അയാൾ യഹ്ദീക്കുമുള്ള പറഞ്ഞിട്ടുണ്ടാവൂലേ, അതിന്റെ അർത്ഥം അള്ളാ നിങ്ങൾ ഹിദായത്താക്കട്ടെ എന്നല്ലേ. അതോട്ടെങ്കിലും ഞാൻ കഴിച്ചിലായാലോ. അവിടുത്തെ ചിന്ത അതായിരുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം, എന്താണ് മോട്ടിവേഷൻ, എന്താണ് പ്രചോദനം, എന്താണെന്ന് ചോദിച്ചപ്പോ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഇതാണ്: ലാ തഖിറന്ന മിനൽ മഅറൂഫി ശൈആ. നന്മയെ നിസ്സാരമായി കാണാൻ പാടില്ല. നന്മയിലേക്ക് നടക്കാനുള്ള ചവിട്ടടി വർദ്ധിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയാണോ അവസരം ലഭിക്കുന്നതെങ്കിൽ ഉപയോഗപ്പെടുത്തണം. അതിനു വേണ്ടിയേ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും ധർമ്മമുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തണം. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം. ആ നിലയ്ക്ക് ജീവിച്ചാൽ ഭാഗ്യവാനാണ്. അവർക്ക് വേവലാതിയില്ല, അവർക്ക് പ്രശ്നമില്ല. നിങ്ങൾ നോക്ക്, ഫുഖഹാഉസ്സബ്അ 4 മദ്ഹബിന്റെ ഇമാമുകളുടെയും കർമ്മശാസ്ത്ര സ്രോതസ് പ്രഭാവ കേന്ദ്രം വരുന്ന ഒരു 7 വിഭാഗമാണ്, 7 ഫിഖഹിന്റെ ആളുകളാണ് ഫുഖഹാഉ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന 7 ആളുകൾ. അതിൽപ്പെട്ട പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആ ഉർവത്ത് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട 7 മക്കളിൽ 6 പെൺമക്കളാണ്, ഒരു കുട്ടി മാത്രമാണ് ആൺകുട്ടി. ആ ചെറിയ ആൺകുട്ടിയുമായിട്ട് ഹദീസ് സ്വീകരിക്കാൻ ഏതോ നാട്ടിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ച് പോകുന്ന വഴിയിൽ കാലിലറിയാതൊരു മുള്ളു തറച്ചു. ആ മുള്ളു തറച്ചതങ്ങനെ പഴുത്തുപോയി. അന്നുള്ള അവിടെ കാണുന്ന ഡോക്ടർമാരെയൊക്കെ മുഴുവൻ ആളുകളെയും സമീപിച്ചപ്പോ എല്ലാ ആളുകളും പറഞ്ഞു മുറിക്കണം എന്ന്. ബഹുമാനപ്പെട്ടവർ ഇന്നത്തെ പോലെ പ്രിയപ്പെട്ടവരെ ശസ്ത്രക്രിയക്ക് സംവിധാനങ്ങളില്ല.
അനസ്തേഷ്യയില്ല, മയക്കലില്ല, ഒന്നുമില്ല, അനസ്തേഷ്യ ഒന്നുമില്ല. ബഹുമാനപ്പെട്ടവര് കാല് മുറിക്കാൻ സമ്മതം കൊടുത്തു. ഉടനെ തന്നെ 3-4 ആളുകൾ വന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. കുട്ടിയേക്ക് മരുന്ന് കൊടുക്കുമ്പോ പിടിക്കുമല്ലോ. കാരണം ശരീരത്തിലെ കാല് പച്ചയായി മുറിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉർവത്ത് തങ്ങൾ, എന്തിനാ നിങ്ങളൊക്കെ വന്നത്? ഒന്നുമല്ല, നിങ്ങളെ പിടിക്കാനാണ്. എന്നെ പിടിക്കണ്ട. അള്ളാഹു എനിക്ക് സുന്ദരമായ 2 കൈ തന്നു, 2 കാല് തന്നു. അവയവങ്ങളൊക്കെ അള്ള തന്നതല്ലേ. ഇപ്പൊ അള്ള ചോദിക്കല്ലേ, അതുകൊണ്ട് ഇതാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കൊടുത്തു. ആളുകൾ ഇങ്ങനെ മുറിച്ചു. ഇന്നഫീ സഫരിനാ ഹാദാ സബാ, ദുന്യാവത്തെ യാത്ര കുറച്ചൊക്കെ വിഷമുണ്ട് എന്ന് മാത്രം പറഞ്ഞു. പുഞ്ചിരിച്ചു. മുറിച്ചു കൊടുക്കുകയാണ്, നിർന്നു കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ 2-3 ആള് വന്നു. വലീദിന്റെ ഒട്ടകച്ചവിട്ടിന്റെ ചവിട്ടേറ്റ് നിങ്ങളെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അവിടുന്ന് ഇന്നാലില്ല ചൊല്ലിയതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, റബ്ബേ എനിക്കൊരുപാട് അവയവങ്ങൾ നൽകി, അതിന്ന് 1 വാങ്ങിച്ചു, ബാക്കിയുള്ളത് നീ നിലനിർത്തി, അതിന് നന്ദി ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്ക് തരണം. റബ്ബേ എനിക്ക് 7 മക്കളെ നൽകി, 6 എണ്ണത്തിന് ബാക്കി വെച്ച് 1 കൊണ്ടുപോയി. ഈ 6 എണ്ണത്തിന് ശുക്ർ ചെയ്യാൻ നന്ദി തരണം, ചെയ്യാനുള്ള മനസ്സ് തരണം. അള്ളാഹുവോട് ദുആർക്കുക. വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ പോയി 2 ആളുകളുടെ തോളിൽ വെച്ച് കൈവെച്ചുകൊണ്ടാണ് കൊക്കിച്ചാടി വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാർ വിഷമിക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉർവത്ത് തങ്ങൾ പറഞ്ഞു, ومحملتني نحو فحيشة رجلي ولا قادني سمعي ولا بصري لها ولا دلني رأي عليها ولا عقلي وأعلم أني لم تصبني مصيبة من الدهر إلا قد أطابت يدا قبلي. എന്റെ കാല് കൊണ്ടുപോയാലും എന്റെ കണ്ണ് കൊണ്ടുപോയാലും എന്റെ ഏത് അവയവങ്ങൾ കൊണ്ടുപോയാലും എനിക്ക് പ്രശ്നമില്ല, റബ്ബ് നൽകിയതല്ലേ. എന്റെ കാല് കൊണ്ട് തിന്മയിലേക്ക് നടന്നു എന്ന നിലക്ക് കാലെനിക്ക് പ്രതികൂലമായി വരില്ല എന്ന ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയാൻ ധൈര്യം കാണിച്ച മഹാനാണെങ്കിൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ ഈ സമയം വരെ ഓപ്പണായിരുന്ന കേൾവി ശക്തി കൊണ്ട് തിന്മ കേട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ? കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയിട്ടില്ല എന്ന് ധൈര്യം പറയാനുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നാവ് കൊണ്ട് അരുതായ്മ സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഏറ്റവും വലിയ അമല് നന്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ തിന്മ കൈയൊഴിക്കലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടതാണ്, ബോധം വരേണ്ടതാണ്. സാന്ദർഭികമായി ഉണർത്തട്ടെ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ്, ചിന്തിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ സമയത്തുണർത്തട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. ആ നിലക്ക് ജീവിക്കുന്നവരാരാ? അവരാണ് ഭാഗ്യവാന്മാർ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അബൂദർ ഗിഫാരി തങ്ങളോട് പറഞ്ഞില്ലേ, ഓ അബൂദറേ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ 4 കാര്യം ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ പറഞ്ഞു. ഔസാനി ഖലീലി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം ബി 40, എന്നോട് എന്റെ ഹബീബ് 4 കാര്യങ്ങളാണ് വസിയ്യത്ത് ചെയ്തത്. ആ 4 കാര്യങ്ങളിൽ വഹിയ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫിഹാ, ഈ ഭൗതിക ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വലുത് ആ 4 കാര്യമാണ്. ഏതായിരുന്നു അത്? ജദ്ദിദി സഫീനത ഫഇന്നൽ ബഹറ അമീഖ്,
ജദ്ദിദി സഫീനത, കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തേക്കുക. കാരണം സഞ്ചരിക്കുന്ന കപ്പൽ അത് കുറ്റമറ്റതാവേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഭൂമി ലോകത്തെ ജീവിതം എന്നത് സമുദ്ര സമാനമാ, അപകടത്തിൽ പെടാനുള്ള സാഹചര്യമുണ്ട്. ഈ കപ്പൽ കൊണ്ടുള്ള ഉദ്ദേശം വൽ മുറാദു ബിതജ്ദീദി സഫീനതി തഹഖീഖുൽ ഈമാനി വതഖരീറുഹു, ഈ കപ്പൽ ശരിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള താല്പര്യം എന്താണ്? മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ഈമാൻ ശരിപ്പെടുത്തലാ. അത് ഓട്ട വീഴാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന തരീഖ ശരീഅത്തുൻ വതരീഖത്തുൻ വഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്ലിലാ ഫശരീഅത്തുൻ സഫീനത്തുൻ വതരീഖത്തുൻ കൽബഈരി ثم ഹഖീഖത്തുൻ ദുർറുൻ വലാ. അതേ ഭൗതിക ലോകത്തെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ട ജീവിതത്തെ കുറിച്ച് മഹാന്മാര് ഇത്തരം ഹദീസുകൾ കണ്ടിട്ടാണ് കപ്പലിനോടും സമുദ്രത്തിനോടും മുത്തിനോടും ഒക്കെ ഉപമിച്ചത്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ദർറുൽ ഗിഫാരി തങ്ങളോട് പറഞ്ഞത് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തേക്കരാം. അതേ ഭക്ഷണം വർദ്ധിപ്പിക്കണം. തഖ്വ എന്ന ഭക്ഷണം തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, തഖ്വയാകുന്ന ഭക്ഷണത്തെ വർദ്ധിപ്പിക്കണം. കാരണം ഫഇന്ന സഫറ തവീൽ, യാത്ര ഒരുപാട് ദീർഘമാ. അതേ ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞില്ല. അബൂ ദർറുൽ ഗിഫാരി തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് വഖിലിൽ ഹമൂലത ഫഇന്നൽ അഖബത കസീർ, ലഗേജിനെ ലഘൂകരിച്ചേക്കണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒറ്റക്കനുഭവിക്കേണ്ട പ്രതിസന്ധിയല്ലേ പാരത്രിക ലോകത്തേക്കുള്ള പ്രാഥമിക കവാടമായ മരണമെന്ന വാതിലിലൂടെ പ്രവേശിക്കേണ്ടവരല്ലേ. ഇവിടെ ആര് എത്ര കാലം ജീവിച്ചാലും എത്ര സമയം ജീവിച്ചാലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഒരു ദിവസം വരില്ലേ കുല്ലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഇവിടെയുള്ള ശിഷ്ട കഷ്ട നഷ്ടങ്ങളെ കുറിച്ച് അതേ പറയാൻ, വിചാരണ നേരിടാനുള്ള ഒരു സമയമുണ്ട്. മരണമെന്ന കവാടമുണ്ട്. കല്ലാ ഇദാ ബലഗത്തിത്തറ, അതേ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഒരാൾക്കും അതിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ഈ വസ്തുത ഓർമ്മിക്കണം. വിശാലമാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് കടമ്പകളുണ്ട്. ഖബറെന്ന കല്ലറയുണ്ട്. AC ഇല്ല, VC ഇല്ല, കോസടിയില്ല. കരണ്ട് പോയാൽ റൂമിൽ കിടന്നുറക്കം വരാത്ത സുഹൃത്തുക്കളെ, ചിന്തിക്കണം. ആ ലോകം എനിക്കും നിങ്ങൾക്കും പരിസരത്തുള്ള ഖബർസ്ഥാനിൽ പോവാനുള്ളവരല്ലേ. നമ്മുടെ പള്ളിക്ക് ചുറ്റുമുള്ള പരിസരങ്ങളിലുള്ള ശ്മശാനങ്ങൾക്ക് ചുറ്റുമുള്ള മീസാൻ കല്ലുകൾ നമ്മോട് കഥ പറയുന്നുണ്ട്. മോനെ വഅന്ത തംസി ഫൗഖ ലഹിരി, എന്റെ പുറത്തുകൂടെയാണ് നീ നടക്കുന്നത്, ശേഷം എന്റെ ഉള്ളിലേക്ക് വരുമെന്ന് ഭൂമി വിളിച്ചു പറയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചില്ലേ. അങ്ങനെ ഖബർ ലോകം വരാനുണ്ട്, മഹ്ശറ വരാനുണ്ടെന്ന ബോധം വേണം. ഇവിടെ നാം പലപ്പോഴും ഫാനിടാറുള്ളത് സൂര്യന്റെ ചൂട് ഭയന്നിട്ടാണ്. വെയിൽ സഹിക്കാതെ AC ഇടാറുണ്ടെങ്കിൽ എന്താണ് കാരണം? സൂര്യന്റെ ചൂടാണ് കാരണം. ഒരു സെക്കൻഡിൽ 1500 ലക്ഷം സെന്റിഗ്രേഡ് ചൂട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കഞ്ഞി വേവാൻ വേണ്ടത്, അരി വേവാൻ വേണ്ടത് 100 സെന്റിഗ്രേഡ് ചൂടാണ്. EC കുക്കറിൽ മാക്സിമം സംവിധാനിച്ചത് 270 അല്ലേ ടെമ്പറേച്ചർ എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡിൽ 1500 ലക്ഷം സെന്റിഗ്രേഡ് ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന സൂര്യൻ എന്ന പിണ്ഡം 500 സെക്കൻഡ് പ്രകാശ ദൈർഘ്യമപ്പുറത്താണ്. പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 2,99,999
716 കിലോമീറ്റർ ആണെങ്കിൽ 500 സെക്കൻഡ് അപ്പുറം അഥവാ ഏകദേശം 14,99,16,000 കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യന്റെ ചൂട് സഹിക്കുന്നില്ലയല്ലേ? എന്നാൽ ഒരു ലോകം അവിടെയുണ്ട്. ആ ലോകം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചാണുമുകളിലാണ്. മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിയവർ, അരവരെ വിയർപ്പിൽ മുങ്ങിയവർ, വിയർപ്പിൽ മുങ്ങിത്താകുന്ന അവസ്ഥയുണ്ടാകുമ്പോ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. വല്ലാത്ത ലോകമല്ലേ? 1 മിനിറ്റല്ല, ദിവസമല്ല, 10 ദിവസമല്ല. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തോളമാണ് കാലിന്റെ തള്ളാവരലിൽ നിൽക്കേണ്ട ലോകം. ആ സമയത്തെ അർശിന്റെ തണൽ നൽകപ്പെടുന്ന നല്ല വിഭാഗങ്ങളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വല്ലാത്ത പ്രതിസന്ധിയല്ലേ പ്രിയപ്പെട്ടവരെ? സഹിക്കാൻ കഴിയുമോ? അവിടെ മറഡോണയില്ല, മെസ്സിയില്ല, ബലയില്ല, ആരുമില്ല. അവിടെയുള്ളത് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ ഹബീബല്ലേ മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗദുക സാഫിൽ മുബറദ് വിർദുനാ യൗമൻ നുദൂരി യാ നബി ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണണ്ടേ പ്രിയപ്പെട്ടവരെ? എങ്കിൽ ആ നബി തങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. മഹാന്മാര് പഠിപ്പിക്കുകയുണ്ടായി, നായയുള്ള വീട്ടിൽ മലക്കുകൾ കടക്കുകയില്ല, രൂപമുള്ള വീട്ടിൽ മലക്കുകൾ കടക്കുകയില്ല എന്ന ഹബീബായ നബി തങ്ങളുടെ വചനത്തെ വിശദീകരിച്ച് പറയുന്നു. അതുപോലെ അനാവശ്യമായ രൂപങ്ങളോ ഫോട്ടോകളോ ഉള്ള വീട്ടിൽ കടക്കാതിരിക്കാൻ കാരണം അവർക്ക് അവിടെ വരാനുള്ള സംവിധാനമില്ല. എന്നാൽ നമ്മുടെ ഖൽബിൽ റസൂലുള്ള വേണ്ടേ? അതേ, നല്ല നല്ല ആളുകൾ വേണ്ടേ? വേണമോ? അവർക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വീടാവട്ടെ. നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കുക. പോര് വേണ്ട, അസൂയ വേണ്ട, ഒന്നും വേണ്ട. ആ നിലക്കുള്ള മനസ്സ് അല്ലാഹുവേ ഞങ്ങൾക്ക് ഓശാരം നൽകണം തമ്പുരാനെ. പ്രതിസന്ധിയാണ്. ഇനി നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രതിസന്ധി. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് സ്വർഗം കേട്ടാൽ പൊട്ടിക്കരയും. നരകം കേട്ടാലല്ല, നരകം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷമം സ്വർഗം കേട്ടാലാണ്. എന്തായിരുന്നു അതിന്റെ കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്തിനായിരുന്നു അവിടുന്ന് വിഷമിച്ചത്? ഈ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി വല്ലാത്ത വഴിയാണ്. ആ സിറാത്ത് പാലം എന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ ചുവട്ടിൽ 7 നരകമുണ്ട്. ജഹന്നം എന്ന നരകമുണ്ട്, സഈർ എന്ന നരകമുണ്ട്, ലളാ എന്ന നരകമുണ്ട്, സഖർ എന്ന നരകമുണ്ട്, ഹാവിയ എന്ന നരകമുണ്ട്, ഹുതമാ എന്ന നരകമുണ്ട്. ഇങ്ങനെയുള്ള നരകത്തിലെ ഏറ്റവും മുകളിലുള്ള നരകത്തിലെ ആഴം എത്രയാണ്? പാലത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് താഴോട്ടിട്ടാൽ 70 കൊല്ലം കഴിഞ്ഞിട്ടേ എത്തുന്നുള്ളൂ. അത്ര ആഴമുള്ള വലിയ തീയുള്ള നരകത്തിന്റെ മുകളിലൂടെയാണ് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സിറാത്ത് പാലമുള്ളത്. ആ സിറാത്ത് പാലത്തിന്റെ വലുപ്പം എത്രയാണ്? ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, സ്വർഗത്തിൽ കടക്കാൻ പൂതിയുണ്ട്, പക്ഷേ അതിന്റെ മുകളിലുള്ളൊരു പാലം
15,000 കൊല്ലത്തെ വഴി ദൂരമാണ്. ജംഅ ഖസ്റിന്റെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് ചുരുങ്ങിയ നിലക്ക് കണക്ക് കൂട്ടിയാൽ 70,62,30,000 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 14,99,16,000 കിലോമീറ്റർ ആണെങ്കിൽ 70,62,30,000 കിലോമീറ്റർ നീളമുള്ള പാലം വല്ലാത്ത പാലമല്ലേ? അതാലോചിച്ചിട്ടാ. എന്നിട്ട് അവിടുന്ന് ഹദീസ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ പാലം വിട്ടുകടന്ന ആളുകൾ ഭയാനകത കാരണം തിരിഞ്ഞു നോക്കുന്നില്ല. 25,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. ആ സമയത്തൊരാള് നിരങ്ങി 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 അവസാനത്തെ മെമ്പർ അതിലേക്ക് വരുന്നുണ്ട്. റബ്ബേ, ആ മെമ്പറാക്കിയിട്ടെങ്കിലും പരിഗണിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഫുളൈൽ ബിൻ ഇയാദ് അവസാനത്തെ മെമ്പറാക്കാനുള്ള പ്രാർത്ഥന നിർവഹിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം എവിടെയാണ്, എന്താണ് പ്രാർത്ഥിക്കുക? വല്ലാത്ത വിഷയമല്ലേ പാലം. ആ പാലം വിട്ടുകിടക്കണ്ടേ? അവിടെ മരണമില്ലാത്ത ലോകമല്ലേ? ഈ ചുരുങ്ങിയ കാലയളവിന് വേണ്ടി നമുക്ക് മരണം വരെ 60, 50, 40 എത്രയാണ് വയസ്സുള്ളതെന്നറിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ അബ്ദുള്ള കാരത്തോടെന്ന സഹോദരൻ, അതുപോലെ സയ്യിദന്മാര്, പണ്ഡിതന്മാരൊക്കെ വഫാത്തായി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേ മരണത്തിന് ചെറുപ്പ വലുപ്പമില്ല. അള്ളാഹു എല്ലാവരുടെ ദർജയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഒന്നരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ദുആയിരുന്നു, ലക്ഷക്കണക്കിന്. ബഹുമാനപ്പെട്ട ഫളിൽ തങ്ങൾ അവറുകൾ ദുആയിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആലോചിച്ചു നോക്ക്, അവരൊക്കെ ഇവിടെ ജനാമയ്യത്ത് വഫാത്തായപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് വേണ്ടി നിസ്കരിക്കാനുണ്ടായിരുന്നു. നാം മരണപ്പെട്ടാൽ ആരാണ് നമുക്കുണ്ടാവുക? എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു വ്യൂഹത്തെ സംവിധാനിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന നല്ല ആളുകളെ നമുക്ക് വേണ്ടി സംവിധാനിക്കുക. അവരാണ് ഭാഗ്യവാന്മാരെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായി നബി തങ്ങൾ അബൂദർ അൽ ഗിഫാരി തങ്ങളോട് പറഞ്ഞത്, വഖ്ലിസുൽ അമല ഫഇന്നൻ നാഖിദ ബസീർ. വഖ്ലിസുൽ അമല, പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാവട്ടെ, ഇഖ്ലാസിന് വേണ്ടിയാവട്ടെ. കാരണം ഫഇന്നൻ നാഖിദ ബസീർ, നിരീക്ഷിക്കുന്ന റബ്ബ് സമർത്ഥനാണ്, എല്ലാം കാണുന്നവനാണ്, ഒന്നും മറഞ്ഞു പോകുന്നതല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹബീബ് അവിടുന്ന് അബൂദർ അൽ ഗിഫാരി തങ്ങളോട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഏത് പ്രവർത്തനങ്ങളിലും നന്മ കാണണം, അല്ലാഹുവിന്റെ പൊരുത്തം കാണണം. മജ്ലിസിൽ സംബന്ധിച്ചിരിക്കുകയാണ്. ഈ മജ്ലിസിൽ സംബന്ധിച്ച പ്രിയപ്പെട്ടവരെ, ഇരുത്തവും ദുആയും ഏത് കാര്യങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം. നമ്മുടെ ചലനങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലേ? സുർമയിട്ടത് വരെ ചോദ്യം ചെയ്യപ്പെടില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രത്യേകമായി നമ്മുടെ ചലനങ്ങളെ കുറിച്ച് ബോധവാന്മാരാവേണ്ടതുണ്ട്, ജീവിതത്തെ കുറിച്ച് ബോധവാന്മാരാവേണ്ടതുണ്ട്. വിശിഷ്യ യുവാക്കളെ, നാം തൈത്തങ്ങുകളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പുഴയോരത്തുള്ള തൈത്തങ്ങുകൾ? അതിന്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. അതേ, ഒരുപാട് ഉണങ്ങിയ പാറ്റത്തെങ്ങുകളെ നാം കാണുന്നുണ്ട്, അതിന്റെ ധർമ്മം അതും നിർവഹിക്കുന്നുണ്ട്. പക്ഷേ വലിയ തെങ്ങിൽ 1, 2 കായകളാണ്, തൈത്തെങ്ങിൽ നിറയെ കായകളാണ്. ഗസാലി ഇമാമ് പറഞ്ഞില്ലേ ഈ ഉപമ വെച്ചുകൊണ്ട്, യുവാക്കളെ, കാരണവന്മാരെ, ഇബാദത്ത് വേണ്ടത് യുവത്വത്തിന്റെ സമയത്താണ് കേട്ടോ. കാരണം യുവത്വത്തെ കുറിച്ച് പടച്ച തമ്പുരാൻ പ്രത്യേകമായി ചോദ്യം ചെയ്യുമെന്ന ബോധം എനിക്കും നിങ്ങൾക്കും വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. സ്വാലിഹായ പ്രവർത്തനം നിർവഹിക്കുക, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുക, സുബഹിക്ക് നേരത്തെ എണീക്കുക, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളിൽ മുഴുകുക. അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ടോ വിജയം കൈവരിക്കാനുള്ള മാർഗമാണ് അൽഹംദുലില്ലാഹ് ചൊല്ലി എണീക്കുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം ആരെങ്കിലും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ
എന്ന ദിക്ർ ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ? വൈകുന്നേരം വരെ ടെൻഷനില്ല, അവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം. സുബൈക്ക് ശേഷം ലീലാഫ് ഓതുന്നത്, 3 ലീലാഫ് ഓതുന്നത് പ്രത്യേക ബറക്കത്താണ്. ഉമ്മമാർ അടുപ്പ് കൂട്ടുന്ന സമയത്ത് ഓതുന്നത് വല്ലാത്ത ബറക്കത്താണ്. അതുകൊണ്ട് സഹോദരന്മാര് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നതെന്റെ പ്രിയപ്പെട്ടവരെ, വിജയം കൈവരിക്കാനുള്ള രണ്ടാമത്തെ മാർഗമാണ്. മൂന്നാമത്തത് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ന്യായമായത് പരസ്പരം കാക്ഷിക്കണം, പരസ്പരം നല്ലത് ഗുണം ഉപദേശിക്കണം. തവാസൗ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം കാക്ഷിക്കണം. ഒരാൾ ഉപദേശിച്ചാൽ അൽഹംദുലില്ലാ പറയണം. ഓൻ ആരെന്നെ നന്നാക്കാന്, അതല്ല പറയേണ്ടത്. എന്റെ അയ്ബ് പറഞ്ഞു തരുന്നവർക്ക് വല്ലാത്ത മംഗളം, അവർക്ക് വേണ്ടി ദ്വാർന്നവരാണ് മഹാന്മാരായ ഇമാമുകളൊക്കെ. പരസ്പരം നന്മ ഉപദേശിക്കുക, അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കുക, അതിനുവേണ്ടി സമയം വിനിയോഗിക്കുക. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് വഫാത്തിന്റെ തൊട്ട് മുമ്പ് സംസാരിക്കാൻ പ്രയാസപ്പെട്ടിട്ടും ഉപദേശിച്ച സംഭവം ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കാണാം. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് മദീനയിലെ അങ്ങാടിയിലൂടെ ആളുകൾ കച്ചവടത്തിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നറിയാൻ, നിരീക്ഷണ വിധേയമാക്കാൻ അവിടുന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കഅബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. കഅബുൽ അഹ്ബാർ ബഹുമാനപ്പെട്ടവർ കരയുന്നത് കേട്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, എന്ത് പറ്റിപ്പോയി? ഈ നാട്ടുകാരെങ്കിലും അങ്ങയെ വിഷമിപ്പിച്ചോ? ഈ നാട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടോ? അതല്ല മറ്റു വല്ല വിഷമങ്ങളുണ്ടോ, പ്രയാസമുണ്ടോ, രോഗമുണ്ടോ? എന്താണ്? ഉടനെ പറയുന്നു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എന്റെ കാര്യം ഓർത്തിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ കരയിച്ചത് അങ്ങയുടെ കാര്യം ഓർത്തിട്ടാണ്. എന്തേ സംഭവം? ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ 3 ദിവസം അങ്ങ് വഫാത്താകും. 3 ദിവസം കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവരൊന്നും ചോദിച്ചില്ല. വേദത്തിൽ പരിജ്ഞാനമുള്ള, വേദത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കണ്ട് പഠിച്ച് അവിടുത്തെ വഫാത്തിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അതേ അവിടുന്ന് വീട്ടിലേക്ക് വന്ന് ധൃതിയിൽ ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നു. 3-ാമത്തെ ദിവസം സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി. ഒരഭിപ്രായം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതനുസരിച്ചതല്ലെങ്കിൽ അതിന്റെ മുമ്പ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ഫാരിസിയും മജൂസിയുമായ ഒരു വ്യക്തി വന്ന് കുത്തി. ആ കുത്തിയ സമയം പ്രതിരോധിക്കാനുള്ള കുറെ ആളുകൾ പ്രിയപ്പെട്ടവരെ ഷഹീദായി പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിപ്പള്ളക്ക് ആഴമേറിയ മുറിവ്. ആ വ്യക്തി തന്നെ സ്വന്തം കുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബോധം തെളിഞ്ഞപ്പോ ആദ്യമായി ചോദിച്ചത് മാദാ ഫുഇല ബിസ്സലാ, കുത്തിയതാരാ എന്നല്ല, നിസ്കാരം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നാണ്. യുവാക്കളെ, സുബഹി നിസ്കരിക്കണം, ഖളാ ആക്കരുത്. സുബഹി ഖളാ ആയിട്ടില്ലെങ്കിൽ ഒരൊറ്റ നിസ്കാരവും അന്ന് ഖളാ ആവുകയില്ല. സുബഹി ഖളാ ആക്കിയോ 70 മലക്കുകൾ അവരെ ശപിക്കാനാണ്. അല്ലാഹു തആല 140 മലക്കുകളെ പ്രത്യേകം ഇറക്കുന്നുണ്ട്. 70 മലക്കുകൾ ശപിക്കാൻ, 70 മലക്കുകൾ ഒരാൾക്ക് ദ്വാർക്കാൻ. ശപിക്കാനുള്ളത് ആരെയാണ്? സുബഹി നിസ്കാരം ഖളാ ആക്കുന്ന ആളുകൾ. അവരെ ശപിക്കാൻ മലക്കുകളെ പറഞ്ഞേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, 12 മണിക്കും അതുപോലെയുള്ള സമയങ്ങളിൽ ലോകകപ്പ് കണ്ടുകൊണ്ട് സുബഹി ഖളാ ആക്കുന്ന അവസ്ഥ
പാടില്ല, അവസാനിപ്പിക്കണം. എന്നാൽ രാവിലെ സമയം ആരെങ്കിലും സുബഹി നിസ്കരിച്ചതിന് ശേഷം ദിക്റൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആ രോഗിയെ സന്ദർശിച്ചവർക്ക് വേണ്ടി 70 മലക്കുകൾ അവരുടെ ഗുണത്തിന് വേണ്ടി പറഞ്ഞേക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചതും അതാണ്. അങ്ങനെ കുറച്ചങ്ങ് സമയം കഴിഞ്ഞു, വായിലൂടെ പാല് കൊടുത്തു, പൊക്കിളിന്റെ ഉള്ളിലൂടെ പുറത്തു വരികയാണ്. അതുപോലെ മുന്തിരിച്ചാറ് കൊടുത്തു, പൊക്കിളിന്റെ മുറിവിലൂടെ വരികയാണ്. സംസാരിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ ആയിഷ ബീവിയുടെ അടുക്കൽ ഒന്ന് പോവുക. ആ റസൂലുള്ള കിടക്കുന്ന സിദ്ദീഖ് തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ഒരൽപ്പം സ്ഥലം ബാക്കിയുണ്ട്. ആയിഷ ബീവിക്ക് വേണ്ടി നീക്കി വെച്ചതാന്നാ പറയുന്നത്. പറ്റുമെങ്കിൽ ഈ പാവപ്പെട്ടവനെയൊന്ന് അവിടെയൊന്ന് അടക്കം ചെയ്യാൻ അനുവദിക്കണം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകനോട് പറയുന്നു. മകൻ വന്നു, കട്ടിലിൽ കിടക്കുന്ന ഉമർ തങ്ങൾ, മോനെ ചോദിച്ചോ? ആ ചോദിച്ചു. അനുവദിച്ചോ? അനുവദിച്ചു. അൽഹംദുലില്ലാ. ഇനി മോനെ എന്നെ ഒന്ന് താഴെ കടത്തണം. എന്തിനാണുപ്പ? ഒന്നുമല്ല, എന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിസ്സാരനായ ഒരു അടിമയാണ്. പടച്ചവനെ, ഒരു വൈക്കോൽ കോരയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പോലും അവിടുന്ന് പറയും. അങ്ങനെ താഴെ കിടത്തിയ ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് പറയുകയാണ്, ഇലാഹി റബ്ബേ ഖദ് അമർതനി, എന്നോട് ഒരുപാട് കാര്യം കൽപ്പിച്ചു, പക്ഷേ ഞാൻ വീഴ്ച വരുത്തിയവനാണ്. അല്ലാഹുവേ, ഒരുപാട് കാര്യം വിരോധിച്ചു, ഞാൻ കൈയൊഴിക്കാത്തവനാണ്, അതുകൊണ്ട് പുറത്തു തരണം എന്ന് ആ സമയത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോ ഓരോരുത്തർ വന്ന് സന്തോഷിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു യുവാവ് വന്ന് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, ഖദ് സഹിബ്ത റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങ് സഹവസിച്ചവരല്ലേ. വഹുവ അൻകറാ, ആ നബി തങ്ങൾ അങ്ങയെത്തൊട്ട് തൃപ്തിപ്പെട്ടവരാണ്, അങ്ങ് നബിയെത്തൊട്ടും സംതൃപ്തനാണ്, അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ലല്ലോ. പിന്നെ ഈ ഉമ്മത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തവരല്ലേ, അതിൽ നീതി പാലിച്ചവരല്ലേ, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആ യുവാവ് അറിയാതെ നെരിയാണിക്ക് താഴെ തുണിയിറങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന് സംസാരിക്കാൻ പ്രയാസമാണ്, കുരക്കാൻ പോലും കഴിയുന്നില്ല. വഫാത്ത് മുന്നിൽ കാണുകയാണ്. ആ സമയത്ത് ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ മുമ്പിൽ അരുതാത്തൊരു കാര്യം ഈ സമയത്ത് ഞാൻ കാണുന്നുണ്ട്. ഈ അരുതാത്ത പ്രവർത്തനത്തിനെതിരെ ഞാൻ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ പരസ്പരം നന്മ വസിയ്യത്ത് നിർദ്ദേശിക്കേണ്ട, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, അരുതായ്മകളിൽ നിന്ന് അകറ്റേണ്ട ഞാൻ ഇതിനെതിരെ ശബ്ദിക്കാതെ ബോധവാനാക്കാതെ പോന്നാൽ ഉറപ്പാണ് ഞാൻ പരാജയപ്പെട്ടവനല്ലേ. ആംഗ്യം കാണിച്ച ആ വ്യക്തിയെ വിളിക്കുന്നു, സംസാരിച്ചു, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഒരു റിപ്പോർട്ടിൽ കാണാം, പതുക്കെ ആ തലച്ചെവിയോട് തന്റെ ചെവി തന്റെ വായിനോട് അടുപ്പിച്ചുകൊണ്ട് പറയും, കുഞ്ഞിമോനെ, സഹോദരപുത്ര, വസ്ത്രമൊന്ന് പൊക്കിയേക്കുക. അതേ വസ്ത്രം ചളി പുരളാതിരിക്കാൻ നല്ലതാണ്. റബ്ബിന് ഏറ്റവും തൃപ്തിയും അതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ ഉണർത്തിയപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും നന്മ വസിയ്യത്ത് ചെയ്തവർ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തെരുമാറാവട്ടെ.
എന്റെ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുകയാണ്. നാലാമതായി വിജയം കൈവരിക്കാനുള്ള മാർഗം ശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വതവാസൗ ബിസ്സബ്ർ, പരസ്പരം ക്ഷമിക്കുക, സഹനമുണ്ടാവുക, ക്ഷമ കൈക്കൊള്ളുക എന്നതാണ്. അതേ ഇബാദത്ത് എടുക്കാൻ ക്ഷമ വേണം. സുബഹിക്ക് മുമ്പ് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടേ ക്ഷമ, നേരത്തെ എണീറ്റ് ദിക്റ് ചൊല്ലാൻ വേണ്ടേ ക്ഷമ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, ദുആ ഇറക്കുന്ന ആളുകൾ, പ്രാർത്ഥിക്കുന്ന ആളുകൾ, ദുആ മജ്ലിസുകൾ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ സ്വന്തം നഫ്സിനെ ഹബ്സിടാൻ ക്ഷമ വേണ്ടേ? തീർച്ചയായിട്ടും ക്ഷമ വേണം. നല്ല കാര്യങ്ങൾക്ക് ക്ഷമ വേണം, ഇബാദത്ത് എടുക്കാൻ ക്ഷമ വേണം, നിസ്കരിക്കാൻ ക്ഷമ വേണം. പന്ത് കളി കാണുന്ന താല്പര്യം മറ്റുള്ള കാര്യം കാണുന്നതിനുണ്ടോ? അതേ നിസ്കരിക്കുന്നതിനുണ്ടോ? നല്ല കാര്യം നിർവഹിക്കുന്നതിനോ ഉണ്ടോ? ഇല്ലല്ലോ പലർക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ താല്പര്യപ്പെടണം. നിലവിൽ നമുക്ക് താല്പര്യമുള്ളതൊക്കെ ഗുണമുള്ളതല്ല, ഗുണമുള്ളത് നാം താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അതേ പല ആളുകൾക്കും പുകവലി താല്പര്യമാണ്, ഗുണമുള്ളതല്ല. മദ്യപാനം താല്പര്യമാണ്, ഗുണമുള്ളതല്ല. അരുതായ്മക താല്പര്യമാണ്, ഗുണമുള്ളതല്ല. എന്നാൽ ഗുണമുള്ളത് താല്പര്യപ്പെടുന്നവർ കുറവാണ്. അല്ലേ? നേരത്തെ എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കൽ ഗുണമുള്ളതാണ്. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കൽ ഗുണമുള്ളതാണ്. ഈ നിലക്ക് ഗുണമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ താല്പര്യപ്പെടുന്നവർ വളരെ കുറവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമാനിവാര്യമാണ്. പൂർവീകരായ ആളുകൾ ആ നിലക്ക് ജീവിച്ചവരല്ലേ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി വലിയ മഹാനല്ലേ? അവിടുത്തെ പ്രത്യേകത എന്താ? വഖുൽത ഇന്ന യദി അലീലദാ ഈമത്തുൻ ലിമൻ യൂരിദു തരീഖി വഹിയ ഖായിമത്തു ഫസ്ത് ബിഹാ അൻഫുസു ലിർറുസുലി റായിമത്തു അനൽ മുനാദ ബിഹാ ഖിമുഹിയതീനി യാ മുഹി ും 40 കൊല്ലത്തോളം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ്. ചോദിക്കട്ടെ, 70കാരാ 25,500 ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരൊറ്റ ദിവസം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് ഇബാദത്തിൽ ധന്യമാക്കിയിട്ട് സുബഹി നിസ്കരിച്ചത് പറയാൻ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കുമുണ്ടോ? 12,750 ദിവസം ഒരു 35 വയസ്സുകാരന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പറയാൻ നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. എന്നാൽ 40 കൊല്ലത്തോളം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിക്കാനുള്ള മനസ്സ് എന്തിന്റെ പേരിൽ? ക്ഷമയുടെ പേരിലാണ്. ഒരൊറ്റ സംഭവം മാത്രം പറയട്ടെ. ആ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി അവിടുന്ന് പ്രിയപ്പെട്ടവരെ, ഹബീബായ അവിടുത്തെ പ്രിയപ്പെട്ട വല്യുപ്പ ഈ മഹത്തായ മഹല്ലിൽ ദർസ് നടത്തുന്ന വന്യരായ സയ്യിദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ പോലെയുള്ള സയ്യിദന്മാരുടെ, അതേ പണക്കാട് തങ്ങന്മാർ, ഖലീൽ തങ്ങൾ, ഫളിൽ തങ്ങൾ, അബേലത്ത് തങ്ങൾ, ഇങ്ങനെയുള്ള സയ്യിദന്മാർ ഒരുപാട് കബീലകൾ, ഒരുപാട് ആളുകളുണ്ട്. ആ സയ്യിദന്മാർ ആദരവുള്ളവരാണ്, ആദരിക്കേണ്ടവരാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ആദരവറിയാം. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ ചരിത്രം അറിയപ്പെട്ടതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ട വല്യുപ്പാനയൊന്ന് സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുറൗളയിലേക്ക് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അവിടുന്ന് പോവുകയാണ്. പോയിട്ട് വിട്ടു നിൽക്കുന്നു ആദരവോടുകൂടെ. 40 ദിവസത്തോളമാണ് നിൽക്കുന്നത്. സമ്മതം കിട്ടിയിട്ടേ അടുത്തു പോകൂ എന്ന നിലക്ക്. അതേ അവിടുന്ന് 40 ദിവസത്തോളം വിട്ടുനിന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവിടേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞതെന്താ? ذنوبي كموج البحر بل هي
أكثر كمثل الجبال الشم بل هي أكبر ولكنها عند الكريم إذا عفا جناح من البعوض بل هي أصغر. ഹബീബായ റസൂലുള്ളാഹി ആ നബി തങ്ങളുടെ അടുക്കൽ വന്നാൽ എല്ലാ പാപവും നിർവീര്യമാക്കപ്പെടും. മല പോലെയുള്ള പാപങ്ങൾ കൊതുകിന്റെ ചിറകിനേക്കാൾ അതിനേക്കാൾ താഴേക്കാൾ നിസ്സാരമായി റബ്ബ് പൊറുക്കാൻ. വലൗ അന്നഹും ളമൂ അൻഫുസഹും ജാഊക واستغفر لهم الرسول لوجدوا الله توابا رحيما. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ നബി തങ്ങളെ പരിഗണിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ലേ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു അവിടെ പോയി എപ്പോഴും മനസ്സ് വെക്കാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകുമാറാവട്ടെ. ആ നിലക്ക് അല്ലാഹു നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആസം പറഞ്ഞത് 40 കൊല്ലത്തോളം ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാൻ അവിടുന്ന് പറഞ്ഞത് ദുനൂബി കമൗജിൽ ബഹരി ബൽ ഹിയ അക്തറു. എന്റെ പാപം സമുദ്രത്തിലെ തിരകളെ പോലെയാണ്, ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ സൂക്ഷിച്ച മഹാന്മാർ ആ നിലക്കാണ് ജീവിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല കാര്യങ്ങൾ നിർവഹിക്കാൻ ക്ഷമ വേണം. അതുകൊണ്ടാണ് അവർ ആ നിലക്ക് പ്രവർത്തിച്ചത്. രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മോശമായ കാര്യങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീർച്ചയായിട്ടും ക്ഷമ അനിവാര്യമാണ്. അതേ ഹറാം കൈയൊഴിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ക്ഷമ അനിവാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ പൂർവീകരായ ആളുകളെ കോലം മറിച്ചതുപോലെ കോലം മറിക്കരുത്. ദുആയിരന്നു. ആ നബി തങ്ങൾ പറഞ്ഞു, യകൂനുൽ മസ്ഹു ഫീ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ കോലം മറിക്കൽ വരുമെന്ന്. ബഹുമാനപ്പെട്ട അലി തങ്ങൾ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, ഉണ്ടാകുമോ നബിയേ? ഉടനെ തന്നെ പറഞ്ഞു, പഴയ കാലത്തുള്ള ആളുകളെ ശരീരത്തിനൊന്നായി കോലം മറിക്കലാണെങ്കിൽ ശരീരത്തിലെ മെയിൻ ഭാഗമായ കൽബിനെ കോലം മറിക്കലാണ് എന്റെ ഉമ്മത്തിനുള്ളത്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, വമാലാമതു ദാലിക, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞത്, മോനെ, കൽബ് കോലം മറിഞ്ഞതിന് അലാമത്തു മസ്ഖിൽ ഖൽബി സലാസ, 3 അടയാളമുണ്ട്. ഒന്നാമത് അല്ലാ യജിദ ഹലാവത, ഇബാദത്ത് മാധുര്യം നഷ്ടപ്പെടലാണ്. നിസ്കരിക്കുന്നുണ്ട്, താല്പര്യത്തിൽ നിസ്കരിക്കുന്നില്ല. നോമ്പെടുക്കുന്നുണ്ട്, യാന്ത്രികമായൊരു പ്രവർത്തനം മാത്രം. ദിക്ർ ചൊല്ലുന്നുണ്ട്, താല്പര്യത്തോടു കൂടെ ഇല്ല. ഇബാദത്തിന്റെ മാധുര്യം നഷ്ടപ്പെടൽ കാലത്തിന്റെ കോലം മാറുമ്പോ കൽബ് കോലം മറിഞ്ഞതിന്റെ ലക്ഷണമാ. റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. തിന്മക്ക് ധൈര്യം കാണിക്കലാണ്. ഹറാമ് പറയാൻ, കാണാൻ, കേൾക്കാൻ, ചിന്തിക്കാൻ, സംസാരിക്കാൻ ധൈര്യം കാണിക്കുക എന്നത് കൽബ് കോലം മറിഞ്ഞതിന്റെ ലക്ഷണമാണ്. മൂന്നാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആര് മരണപ്പെട്ടാലും ഞാനും ഇതുപോലെ പോവേണ്ടവനാണ് എന്ന് ചിന്തിക്കാത്ത ആളുകളാരാ? അത്തരം ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട അവസ്ഥയാണ് കൽബ് കോലം മറിയൽ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ.
ഇനി ചോദിക്കൂ നഫ്സിനോട്, എന്റെ ഖൽബ് കോലം മാറിയിട്ടുണ്ടോ? എനിക്ക് ഇബാദത്തിന് താല്പര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ്. മൂന്നാമതായി ക്ഷമ വേണ്ടത് ബലാ മുസീബത്തുകളുടെ മേലിലാണ്. ജീവിതത്തിൽ പ്രശ്നം വരാം, പ്രയാസം വരാം, പ്രതിസന്ധി വരാം, എല്ലാം ക്ഷമിക്കുക. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി വല്യതവക്കലിൽ മുഅ്മിനൂൻ. ഏത് വിഷയം എത്തുകയാണെങ്കിലും അല്ലാഹു തീരുമാനിച്ചതാണ്. ആ റബ്ബിന്റെ തീരുമാനമാണ് എന്ന ബോധത്തോടെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും പ്രതിഫലം ലഭിക്കാനുള്ളതാണ് എന്ന ആ ഒരു വസ്തുതയോട് കൂടെ ചിന്തിക്കുക. അപ്പോൾ വിജയം കൈവരിക്കാൻ ഈമാൻ വേണം, അമലുസ് സ്വാലിഹാത്ത് വേണം, നല്ല പ്രവർത്തനം വേണം. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ഗുണം കാംക്ഷിക്കുക, ഉപദേശിക്കുക. വതവാസൗ ബിസ് സബ്ർ, പരസ്പരം ക്ഷമ, സഹനം, സഹിഷ്ണുത, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അർഹമുർ റഹീമീനായ പടച്ച തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥൻ ഈ മഹത്തായ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നിങ്ങളുടെ വേദികളിലും ഇതുപോലെയുള്ള മജ്ലിസുകളൊക്കെ സംബന്ധിക്കുമ്പോൾ ഈ വിനീതന്, കുടുംബത്തിന്, സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്ക്, വിശിഷ്യ ഞങ്ങൾ തുടങ്ങി വെച്ച മഹത്തായ ദഅവ സംരംഭത്തിന് എല്ലാ വിഷയത്തിലും നിങ്ങളൊക്കെ ദുആർക്കുക. ഇൻഷാ അല്ലാഹ് വിനീതനായ ഞാനും നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആയിരക്കുമെന്ന് മാത്രം ഉണർത്തി അല്ലാഹു ഈ മഹത്തായ മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ വിപുലമായ നിലയ്ക്ക് ഈ മഹത്തായ നാട്ടിൽ എന്നും തുടർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖും സാഹചര്യവും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. الفاتحة.